CPIM-ന്റെ നയംമാറ്റം പ്രകടമാക്കുന്ന നവകേരള രേഖയിൽ പൊതു ചർച്ച ആരംഭിച്ചു. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള പൊതു ചർച്ചയ്ക്കുള്ള മറുപടിയുമെന്നാണ് കേന്ദ്ര കമ്മിറ്റി കോർഡിനേറ്ററും പോളിറ്റ് ബ്യൂറോ അംഗവുമായ പ്രകാശ് കാരാട്ടും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മറുപടി നൽകും. പുതിയ സംസ്ഥാന സെക്രട്ടറിയെയും സംസ്ഥാന കമ്മിറ്റിയെയും CPIM സംസ്ഥാന സമ്മേളനം നാളെയാണ് തെരഞ്ഞെടുക്കുക. വിവരങ്ങളുമായി CPIM സമ്മേളന നഗരി കൊല്ലത്ത് നിന്ന് R. ശ്രീജിത്ത് കൂടി ചേരുന്നു. നവകേരള രേഖ ചർച്ചയെക്കുറിച്ചായിരിക്കും ശ്രീജിത്ത് പറയുക. അതുപോലെ തനേഷ് തമ്പിയും R. അരുൺ രാജും കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ശ്രീജിത്ത് പറയൂ, നവകേരള രേഖയിൽ നടക്കുന്ന ചർച്ചയ്ക്ക് സ്വതന്ത്രമായ ചർച്ചകളും സ്വതന്ത്രമായ മറുപടികളും ഉണ്ടാകും എന്ന് പ്രതീക്ഷയുണ്ടോ? SKN തീർച്ചയായും രാവിലെ 9:30 CPIM-ന്റെ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരളത്തെ നയിക്കാൻ പുതുവഴികൾ എന്ന രേഖയിന്മേൽ ഉള്ള ചർച്ച ആരംഭിച്ചിരിക്കുന്നത്. രാവിലെ 9:30 ആരംഭിച്ച് വൈകുന്നേരം 4:30 വരെ നീളുന്ന സമയക്രമമാണ് ഈ നവകേരള രേഖയിന്മേലുള്ള ചർച്ചയ്ക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. നവകേരള രേഖയിന്മേലുള്ള പൊതുചർച്ച വളരെ നിർണായകമാണ്. കാരണം CPIM-ന്റെ ഇതുവരെ ഉയർത്തിപ്പിടിച്ച പല നയങ്ങളിൽ നിന്നുള്ള കാതലായ മാറ്റം പ്രകടമാക്കുന്ന നിർദ്ദേശങ്ങളാണ് ഇതിലുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് വികസന പദ്ധതികളിൽ നിന്ന് സാമ്പത്തിക വരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ സെസ് പിരിക്കുന്ന എന്നുള്ള ഒരു നിർദ്ദേശമാണ്. ഇതോടൊപ്പം തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ വികസിപ്പിക്കാമെന്നും ഇനി പൊതു സ്വകാര്യ പങ്കാളിത്തമല്ല, ഏതെങ്കിലും സ്വകാര്യ വ്യക്തികൾ മുന്നോട്ട് വരികയാണെങ്കിൽ, സ്വകാര്യ സംരംഭകൻ മുന്നോട്ട് വരികയാണെങ്കിൽ അവർക്ക് കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് നൽകാമെന്ന നിർദ്ദേശമുണ്ട്. ഈ നിർദ്ദേശങ്ങളിൽ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾ എന്തു പറയും എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇതുവരെ പൊതുമേഖലയുടെ സംരക്ഷണം ആവശ്യപ്പെട്ട് കർശനമായ സമരത്തിലും നിലപാടുകളിലുമൊക്കെ ആയിരുന്നു. അതിൽ നിന്ന് നേരെ ഒരു പ്ലേറ്റോണിക് ഷിഫ്റ്റായി ഈ നയം മാറ്റം ഉണ്ടാകുമോ എന്ന ആശങ്ക പ്രതിനിധികളുണ്ട്. ആ ആശങ്ക പ്രകടമാക്കപ്പെടും എന്നാണ് വിചാരിക്കുന്നത്. നാളെയാണ് ഈ നവകേരള രേഖയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയാൻ പോകുന്നത്. താങ്ക് യു R. ശ്രീജിത്ത്. അതുപോലെ സംഘടനാ റിപ്പോർട്ടും അതിൻ്റെ ചർച്ചയും ഇന്ന് നടക്കും, അതിൻ്റെ മറുപടിയും ഇന്നുണ്ടാകും. തനേഷ് തമ്പി വിശദാംശങ്ങളുമായി ചേരും. തനേഷ്, യഥാർത്ഥത്തിൽ ഈ ചർച്ചയ്ക്കുള്ള മറുപടി ഏത് വിധമാകും? കാരണം പുതിയൊരു നയസമീപനം സ്വീകരിക്കുന്ന വേളയിലാണല്ലോ CPIM ഈ സംസ്ഥാന സമ്മേളനം നടത്തുന്നത്. SKN സംസ്ഥാനത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട നയരേഖയിൽ ചർച്ച നടക്കുമ്പോൾ തന്നെ സംഘടനയെ എങ്ങനെ ശക്തിപ്പെടുത്താമെന്ന് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നലെ നടന്ന പൊതു ചർച്ചയിൽ ഉയർന്നു വന്നത്. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലാണ് ചർച്ച നടന്നത്. രൂക്ഷമായ വിമർശനം സംസ്ഥാന നേതൃത്വത്തിനെതിരെയും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലെ പിഴവുകളെ സംബന്ധിച്ചുമൊക്കെ ഉയർന്നു വന്നിരുന്നു. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആശാവർക്കർമാരുടെ സമരം തലസ്ഥാനത്ത് നടക്കുകയാണ്. അത് എത്രയും വേഗം പരിഹരിക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് വരെ സംസ്ഥാന സമ്മേളന പ്രതിനിധികൾ സംസാരിച്ചിരുന്നു. അങ്ങനെ രൂക്ഷമായ വിമർശനങ്ങൾ ഒക്കെ ഉയർന്നു എങ്കിൽ പോലും അതിനൊക്കെ കൃത്യമായ മറുപടി ഇന്ന് വൈകിട്ട് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ നൽകും എന്നുള്ളതാണ് അജണ്ടയിൽ പറയുന്നത്. ഒപ്പം തന്നെ സംഘടനാ റിപ്പോർട്ട് CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും അതുപോലെ തന്നെ കോർഡിനേറ്ററുമായ പ്രകാശ് കാരാട്ടാണ് അവതരിപ്പിച്ചത്. അതിനുള്ള മറുപടിയും അദ്ദേഹം നൽകും. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള പ്രധാനപ്പെട്ട സെഷൻ തന്നെ ഈ രണ്ട് മറുപടികളാണ്. അതിനുശേഷമായിരിക്കും നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള രൂപരേഖയ്ക്കുള്ള മറുപടി നൽകുന്നത്. എന്തായാലും ഇന്നത്തെ ദിവസത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ സംഘടനയെ ശക്തിപ്പെടുത്തി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നത് സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ള അഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ നിർദ്ദേശങ്ങൾ ഇതൊക്കെ ക്രോഡീകരിച്ചുകൊണ്ടായിരിക്കും ഇന്ന് MV ഗോവിന്ദന്റെ മറുപടി ഉണ്ടാവുക. ആ മറുപടിയിൽ ഈ സംഘടനയെ വരും വർഷങ്ങളിൽ എങ്ങനെ ആയിത്തീരണം എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു ദിശബോധം, പ്രത്യേകിച്ച് പ്രായപരിധി അടക്കമുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ ചർച്ചയ്ക്ക് വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പ്ലീനത്തിൽ ഉയർന്നു വന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിൽ സംസ്ഥാന നേതൃത്വം പരാജയപ്പെട്ടു എന്നതടക്കമുള്ള നേതാക്കളുടെ ജീവിത രീതി, കേഡർമാരുടെ ജീവിതശൈലി എന്നിവ അടക്കമുള്ള കാര്യങ്ങൾ ഈ വിശദമായി പരിശോധിച്ചിരുന്നു ഈ ചർച്ചയിൽ ഉടനീളം. അതെല്ലാം ഇന്നത്തെ മറുപടിയിൽ പ്രതിഫലിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, താങ്ക് യു. തനേഷ് തമ്പിയാണ് നൽകിയത്. ഇനി സംസ്ഥാന കമ്മിറ്റി, അതിൻ്റെ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൂടി നാളെ നടക്കും. നാളെയാണ് സംസ്ഥാന സമ്മേളനം സമാപിക്കുക. R. അരുൺ രാജ് കൂടി ചേരുകയാണ്. ഗുഡ് മോർണിംഗ് അരുൺ രാജ്. ഈ പുതിയ കമ്മിറ്റി എന്ന് പറയുമ്പോൾ നവാഗത പ്രതിഭകൾ ഉണ്ടാകുമോ? തീർച്ചയായും നാളെ CPIM-ന്റെ സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് സമാപനമാവുകയാണ്. സ്വാഭാവികമായും ആ സമാപനത്തിന്റെ അവസാന മണിക്കൂർ ഏറെ നിർണായകമാണ്. ആ സംസ്ഥാന കമ്മിറ്റിയെ നയിക്കാൻ ആരൊക്കെ എത്തുന്നു, സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പുതുതായി ആരൊക്കെ എന്നീ കാര്യങ്ങളിൽ ആകാംക്ഷ ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നുണ്ട്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം വരാനിരിക്കുന്ന സാഹചര്യത്തിൽ സംഘടനയെ കൂടുതൽ ചലിപ്പിക്കാൻ പോകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകണം. അത്തരത്തിലുള്ള നേതൃനിര സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്തണമെന്നതാണ് പൊതുവിൽ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി ഉയർന്ന ആവശ്യം. സ്വാഭാവികമായും അത്തരമൊരു ആവശ്യത്തിന്
അടിസ്ഥാനത്തിലായിരിക്കും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളടക്കം തെരഞ്ഞെടുക്കപ്പെടുക എന്നുള്ള വിവരമാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കപ്പെടുന്നത്. യുവാക്കൾക്കും വനിതകൾക്കും കൂടുതൽ പ്രാധാന്യം ഇക്കട്ടത്തിൽ നൽകും. എറണാകുളം സമ്മേളനത്തിൽ തുടങ്ങിവെച്ച ഈ തലമുറ മാറ്റം അത് കൊല്ലം സമ്മേളനത്തോടെ പൂർത്തിയാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ യുവനിരയും അതുപോലെ തന്നെ വനിതകളും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും അതുപോലെ സംസ്ഥാന കമ്മിറ്റിയിലേക്കും എത്താനുള്ള സാധ്യത കൂടിയുണ്ട്. നാളെ വൈകുന്നേരം 5 മണിക്കാണ് സീതാറാം യെച്ചൂരിയുടെ പേരിൽ ഉള്ള ആശ്രമ മൈതാനത്ത് ഈ സമാപന സമ്മേളനം ക്രമീകരിച്ചിട്ടുള്ളത്. വൈകുന്നേരം 5 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ CPM PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് അടക്കമുള്ളവർ ആയിരിക്കും ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക. എന്തായാലും 2 ലക്ഷത്തിലധികം പേരെ ഈ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനത്തിലേക്ക് CPM പ്രതീക്ഷിക്കുന്നുണ്ട്. 4 ജില്ലകളിൽ നിന്നുള്ള ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ളവർ സമ്മേളനത്തിൽ എത്തും എന്നുള്ളതാണ് CPM കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം. അങ്ങനെ ഒരു മഹാസമ്മേളനമായി ഇതിനെ മാറ്റുകയാണ് CPM നാളെ.